ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പത്തനംമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മുടെയൊക്കെ ആ ഒരു മനസ്സിനെ ആ ഒരു കരയിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു കാണുവാൻ സാധിച്ചത്. നമ്മുടെ തിരികെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കേട്ടോ. അപ്പോൾ നയനയെ ആ ഒരു ആംബുലൻസിൽ സ്ട്രക്ചറിലാട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ നിങ്ങൾ ഇറക്കുന്നത് കാണുമ്പോഴാട്ടോ നമ്മുടെ നയനയുടെ അച്ഛൻ ആ ഒരു സത്യങ്ങളൊക്കെ അറിയുന്നത്. സ്വന്തം മകളാണ് അമ്മായിമ്മയ്ക്ക് കരൾ പകുത്ത് കൊടുത്തതെന്നും മകളുടെ ജീവനാണ് പാതി നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ അച്ഛൻ അറിയുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അപ്പം അച്ഛൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. നയനയാണെങ്കിൽ ആ സ്ട്രക്ചറിൽ ഇറങ്ങുന്നൊരു രംഗം കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും ഒരു സങ്കടമൊക്കെ ആവട്ടോ. നമ്മുടെ ആദർശിൻ്റെ കണ്ണും നിറയുന്നുണ്ട്. നമ്മുടെ അനന്തപുരിയിലാണെങ്കിൽ ഈ ഒരു സത്യാവസ്ഥകളൊന്നും അറിയാതെ നമ്മുടെ ദേവയാനിക്ക് നയനയാണ് കരൾ പകുത്ത് കൊടുത്തതെന്ന് അറിയാതെ വീണ്ടും നമ്മുടെ ജാനകിയും ജലജയും നമ്മുടെ അമ്മായിമ്മയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാനുള്ള സകല പണിയും നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും ആ അമ്മയും മകളെയും അകറ്റാതെ ഒന്ന് അടുപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നയനി കുറച്ചൊരു ദിവസങ്ങളിലേക്ക് നയനയുടെ വീട്ടിലായിരിക്കും എന്നുള്ളൊരു സംസാരം നമ്മുടെ അമ്മയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ നയനയ്ക്ക് എന്തോ അപകടം വരുന്നു എന്നുള്ള ഒരു സൂചനയും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു നയനയുടെ അച്ഛൻ ഈ ഒരു സ്വന്തം മകളെ ഈ ഒരു സ്ട്രക്ചറിൽ വന്നിറങ്ങുന്ന ഒരു രംഗങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു ആ ഒരു ഹൃദയവേദന താങ്ങാനാവാതെ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്.